അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത 2024-25 അർദ്ധവാർഷിക പരീക്ഷയിൽ 5ാം തരത്തിലെ തജ്വീദിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാം. അതിൽ 6 ചോദ്യങ്ങളാണ്. 1. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. 2. സജദയുടെ ആയത്തുകൾ ഉള്ളത് 14 സ്ഥലങ്ങളിലാണ്. 3. വഖഫ് മുജവ്വസ് ചേർത്തി ഓതലാണ് നല്ലത്. 4. വഖഫ് മുത്തലക്ക് വഖഫ് ചെയ്യലാണ് നല്ലത്. 5. റഅസ് ആയത്തിന് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. 6. തിലാവത്തിന് സുജൂദ് അത്യധികം വേദനിപ്പിക്കും ഇബ്ലീസിനെ. സെക്ഷൻ 2 പൂർത്തിയാക്കാം. അതിൽ 5 ചോദ്യങ്ങളാണ്. 1. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. 2. തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. 3. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. 4. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. 5. 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. സെക്ഷൻ 3 ഉത്തരം എഴുതാം. നിസ്കാരത്തിൽ സുജൂദു തിലാവയുടെ രൂപം എങ്ങനെയാണ്? അതിൻ്റെ ആൻസർ: നിസ്കാരത്തിലാണെങ്കിൽ തത്സമയം ഒരു സുജൂദ് ചെയ്താൽ മതി, പ്രത്യേകം നിയ്യത്ത് ചെയ്യേണ്ടതില്ല. 2. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 3. അർത്ഥമറിയാത്തവർക്ക് വഖഫ് ചെയ്യാനുള്ള മാർഗമെന്ത്? അടയാളങ്ങൾ നോക്കി വഖഫ് ചെയ്യാം. 4. ഹംസത്തുൽ വസ്ൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോഴാണ്? ചേർത്തി ഓതുമ്പോൾ. 5. ഹാവു തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് ഉച്ചരിക്കേണ്ടതാണ്. സെക്ഷൻ 4 വ്യക്തമാക്കാം. 1. വഖഫ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. 2. സക്ത. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിനാണ് സക്ത എന്ന് പറയുന്നത്. 3. കൽക്കലത്തിൻ്റെ ഹർഫുകൾ: ഖാഫ്, ത്വാ, ബാ, ജീം, ബാ, ദാൽ. 4. പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകളിൽ നിന്ന് 2 എണ്ണം പറയുക. 1. ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന. 5. വറത്തിലുൽ ഖുർആന തർത്തീല എന്നതിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം എന്താകുന്നു? അക്ഷരങ്ങൾ ഭംഗിയാക്കുകയും വഖഫുകൾ പഠിക്കുകയും ചെയ്യുക. സെക്ഷൻ 5 ഉദാഹരണം എഴുതാം. സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നിൻ്റെ ഉദാഹരണം എഴുതുക. അൽ കഹ്ഫിലെ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ. 2. നീട്ടി ഓതേണ്ട ഹാ ഉൽ ലമീറിന് ഒരു ഉദാഹരണം. ലഹു മാ ഫിസ് സമാവാതി വബിഹി യസ്തഅ്ജിലൂൻ. ഇത്രയും കാര്യങ്ങളാണ് 5ാം തരത്തിലെ തജ്വീദിൽ നിന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെല്ലാം നല്ല നിലയിൽ എഴുതുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമുക്ക് ഇരു ലോകത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.